അപ്പോൾ ഈ മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിയുടെ വളർച്ച തടയാൻ അല്ലെ തടയിടാൻ മലയാള സിനിമയിലുള്ളവർ തന്നെ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തടയിടാൻ ആൾക്കാരുണ്ട്. വിഷയമായിട്ട് വന്നപ്പോൾ ഈ വിപിൻ കുമാറിനെ പറ്റി തന്നെ ഒരു മാർക്കറ്റിംഗ് ടീം ആരോപണം ഉന്നയിച്ചിരുന്നു. അത് എന്തിനും സത്യമുണ്ടോ? ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഉണ്ടായിരുന്നു. അവര് പുള്ളിക്ക് മാത്രം ഒരു ക്രെഡിറ്റ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവർ തമ്മിൽ പരസ്പരം ഭയങ്കര ഇഷ്യൂ ഉണ്ടായി. ഞാനൊരു കോംപ്രമൈസ് ടോക്കിൽ പോയിട്ട് അവസാനം ഞാനാണത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൊണ്ടുവന്നത്. ബിക്കോസ് ഈ PR എന്ന് പറയുമ്പോൾ സിനിമകൾ വിജയിക്കുമ്പോൾ എല്ലാവർക്കും അതിലൊരു പങ്കാളിത്തം വേണം. പക്ഷെ പരാജയപ്പെടുന്ന സിനിമ ഞാൻ ആ PR ചെയ്തെന്ന് ഇതുവരെ ഒരു PR കമ്പനിയും പറയുന്നത് കണ്ടിട്ടില്ല. ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ PR ചെയ്ത പടം പരാജയപ്പെട്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നത് ആരെയും കണ്ടിട്ടില്ല. ഒരു ഡയറക്ടറും അങ്ങനെ പറയില്ല, ഒരു നടനും അങ്ങനെ പറയില്ല. സോ വിജയങ്ങളിൽ എല്ലാവർക്കും കൂടുതൽ ക്രെഡിറ്റ് വേണമെന്ന് സ്വാഭാവികമാണ്. പക്ഷെ എനിക്ക് ഫെയർ ആയിട്ട് നിർത്തണമെന്നുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അതിന് സംബന്ധമായിട്ട് പുള്ളിക്ക് എന്നോട് ഒരു ദേഷ്യവും ഗ്രജൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ വളരെ പ്രൊഫഷണലി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളാണ്. മാം ഇത് ഓൾമോസ്റ്റ് 3 years പോലെ. ഇറ്റ്സ് ലൈക്ക് ഒരു പ്രൂഫ് കയ്യിൽ വരുമ്പോഴാണ് സംസാരിക്കാൻ പറ്റുക. പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ പ്രൂഫ് എന്നല്ല, ഈ പറയുന്ന ആൾ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൗണ്ടർ ചെക്ക് ചെയ്യാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ചിലപ്പോൾ അവർ പേരുകളൊന്നും പറയില്ല, ബട്ട് എക്സിസ്റ്റിംഗ് കംപ്ലൈൻറ്റ് ഉണ്ടാവുമല്ലോ. ദാറ്റ്സ് ഇറ്റ്. ഈ റിയൽ ലൈഫിലും ഇങ്ങനെ അഭിനയിക്കുമ്പോൾ മടുക്കുന്നില്ല? ഓക്കെ, ഭയങ്കര ഇമോഷണൽ. സോ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ അല്ലേ? ഉണ്ണി മലയാളത്തിലെ പല സിനിമകളും താങ്ക് യു അല്ലേ? ഉണ്ണി മലയാളത്തിലെ പല സിനിമകളും പാൻ ഇന്ത്യൻ ലെവലിൽ അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടെങ്കിലും ദുൽഖർ സൽമാന് ശേഷം മലയാളത്തിൽ നിന്നും ഉണ്ണിക്കാണ് നോർത്ത് സൈഡിൽ നിന്ന് ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിൽ അവിടെയുള്ള ആളുകൾ നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിയുടെ വളർച്ച തടയാൻ അല്ലെ തടയിടാൻ മലയാള സിനിമയിലുള്ളവർ തന്നെ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തടയിടാൻ ആൾക്കാരുണ്ട്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് അവരുടെ പേരും അഡ്രസ്സും ഉൾപ്പെടെ എനിക്കറിയാം. പക്ഷെ അത് ഞങ്ങൾ തമ്മിൽ ഡീൽ ചെയ്തതാണ്. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഡസ്ട്രി വളരണം, മലയാള സിനിമ മുന്നോട്ട് പോകണമെന്നുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാണെങ്കിൽ അത് ഞാൻ സമ്മതിച്ചു, അത് മുന്നോട്ട് പോകാൻ തീരുമാനം. മേപ്പടിയാൻ തൊട്ട് എനിക്ക് വിഷമമുണ്ട് ഇങ്ങനെ നെഗറ്റീവ് വരുമ്പോൾ. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് സീരിയസ് തിങ്. ഞാൻ ഇതിന് എത്രയും നേരം സംസാരിച്ച കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ വനിതയല്ലേ? ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റിനുണ്ടായ ഇഷ്യൂ ആണ് ഞാൻ സംസാരിക്കാൻ പോയത്. യു ഡോണ്ട് റാൻഡംലി നിങ്ങളിങ്ങനെ, ഞാൻ എൻ്റെ ഈ കൂട്ടത്തിൽ എൻ്റെ വിഷമം പറഞ്ഞു. അല്ല, ഡെഫിനറ്റ്ലി വിഷമം അല്ലല്ല, എൻ്റെ ഫ്രസ്ട്രേഷൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സങ്കടം പറയാം. നിങ്ങളൊരു നടൻ എന്ന നിലയിൽ എൻ്റെ വേർഷൻ കൂടി നിങ്ങൾ എൻ്റെ വേർഷൻ കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പറയണ ഒരു സിനിമ, അതായത് മേപ്പടി അത് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ആയിരുന്നു. അതിനെക്കുറിച്ച് എത്ര ചർച്ചകൾ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ജയഗണേഷ് ഒരു നല്ല സിനിമയായിരുന്നു. ഞാൻ പറയുന്നത് അതൊരു പ്രൊപ്പഗൻഡ, പേര് വെച്ച പ്രൊപ്പഗൻഡ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയാം? എന്ന് വെച്ചാൽ എൻ്റെ സങ്കടത്തിൻ്റെ കാരണം ഇതാണെന്ന് ഇന്നാൾ പറഞ്ഞാൽ അത് എനിക്ക് ഇറ്റ്സ് നോട്ട് ഫെയർ. ഞാൻ പറയാണ്, ഈ ഇഷ്യൂ കംപ്ലീറ്റ്ലി ഡീവിയേറ്റ് ചെയ്ത് ട്രാക്ഷൻ മാറ്റി ഇതിൽ വേറെ നടൻ്റെ പേരിട്ടപ്പോൾ ഐ ബിലീവ് നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയി. അതല്ല, അതിൽ എൻ്റെ സുഹൃത്തിന് ഒരു പങ്കുമില്ല. അവൻ്റെ സിനിമ സൂപ്പർ ഹിറ്റ് അടിക്കണം. എൻ്റെ മാർക്കോ സിനിമ ഹിറ്റായപ്പോൾ ഞാൻ അവൻ്റെ കൂടെയാണ് അന്ന് രാത്രി ഇരുന്നത്. ARM ഹിറ്റായപ്പോൾ ഞാനാണ് ആദ്യം വിളിച്ചത്. ഞങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും പബ്ലിക്കലി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സോ ഐ റിയലി ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ദ റൈറ്റ് വേ. ഒട്ടും ഹെൽത്തി അല്ല. ഞങ്ങൾ അന്ന് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ടോവിനോയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു ആദ്യമേ സംഭവത്തിൽ? കുറച്ച് സ്റ്റിക്കർ ഇട്ട് കളിച്ചു.